യിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തലകളെ വണക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതലാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏച്ചു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. ഒരു നിമിഷം ദൈവമുമ്പാകെ അനുതാപ ഹൃദയത്തോടു കൂടിയായിരുന്നുകൊണ്ട് നമ്മിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും നമുക്ക് ഏറ്റുപറയാം. രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായും നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ഇന്ന കാലത്തേക്കുള്ള പ്രത്യേക അപേക്ഷ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് ബിംബേട്ടാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ, പട്ടത്ത ശുശ്രൂഷ.
കുഞ്ഞാടുകളെ പരിപാലിക്കുവാൻ ദൈവജനത്തെ നിരന്തരമായി പ്രചോദിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠനായ ദൈവമേ, സർവലോകവും ക്രിസ്തുവിലുള്ള രൂപാന്തരം അനുഭവിക്കുവാൻ നിന്റെ ജനത്തിൻ്റെ കാവൽക്കാരായി അനിന്ത്യ പൗരോഹിത്യ സമൂഹത്തെ ഉന്നതിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 99-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 99. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ നാമത്തെ മേഘസ്തംഭത്ത് നിന്ന് അവൻ അവരോട് സംസാരിച്ചു, അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ, നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാവട്ടെ. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിനു മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞുമറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹനന്യാവും അസര്യാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും ഇതേ മഹോന്നതനും ആകുന്നുവല്ലോ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം
21 അധ്യായം 15 വാക്യം മുതൽ 19 വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 വാക്യം മുതൽ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്നെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാം എന്ന് അവനോട് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, നീ ആകുന്നു ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്യനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ വിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ക്രിസ്തീയ ഗീതങ്ങളിൽ 207 ഗീതം നമുക്ക് പാടാം. ഗീതം 207. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ
പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നാൾതോറും വഴി നടത്തുകയും അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ വിളിച്ച് വേർതിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുമ്പോൾ കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വളരെ വ്യക്തമായി ഞങ്ങളെല്ലാവരോടും സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അനുഗ്രഹപൂർണമായ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട്. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ ഉപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധമായിട്ടുള്ള ആരാധനയിൽ ഒരുമിച്ച് പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വിശുദ്ധ ആരാധനയിൽ ദൈവകൃപ ധാരാളമായി അനുഭവിക്കുവാനും ദൈവസന്നിധിയിൽ ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തെ കേട്ടുകൊണ്ട് നമ്മളെ തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിനായിട്ട് ഒരുക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം പട്ടത്ത ശുശ്രൂഷ, രൂപാന്തരപ്പെടുത്തുവാനായി രൂപാന്തരപ്പെട്ടവർ. പട്ടത്ത ശുശ്രൂഷ, രൂപാന്തരപ്പെടുവാനായി രൂപാന്തരപ്പെട്ടവർ. ഓർഡൈൻഡ് മിനിസ്ട്രി ട്രാൻസ്ഫോംഡ് ടു ട്രാൻസ്ഫോം. ഓർഡൈൻഡ് മിനിസ്ട്രി ട്രാൻസ്ഫോംഡ് ടു ട്രാൻസ്ഫോം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതിനായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വേദഭാഗങ്ങൾ എഹെസ്കേൽ പ്രവാചക പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും സങ്കീർത്തനം 99-ഉം സുവിശേഷ വേദഭാഗമായി യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും. ഈ വേദഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെയും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് നിയോഗിക്കപ്പെട്ടവരെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവിക നടത്തിപ്പ് അനുഭവിച്ചതിനെക്കുറിച്ചും ദൈവം ഏൽപ്പിക്കുന്നതായിട്ടുള്ള മേഖലകളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ 33-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം: അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന്
കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഇവിടെ യെഹെസ്കേൽ പ്രവാചകൻ തന്നെ പറയുകയാണ്, 33 അധ്യായത്തിന് ആദ്യ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിൻ്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 33 അധ്യായം ആരംഭിക്കുന്നത്. അത് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്രകാരം പറയുന്നത്, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ദൈവം വിളിച്ച് വേർതിരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവാചകൻ, അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യാൻ, അല്ലെങ്കിൽ ദൈവം ആവശ്യപ്പെടുകയാണ്, നീ എൻ്റെ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വായിൽ തന്നിട്ടുള്ളതായ വചനം കേട്ട് അവരെ ഓർമ്മപ്പെടുത്തണം. ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വവും ദൗത്യവും നിയോഗവുമാണ് ഇവിടെ പ്രവാചകനിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഈ വേദഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 99-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു, അതിൻ്റെ 6-ാം വാക്യം, 6ഉം 7ഉം വാക്യങ്ങൾ, അവൻ്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവൻ്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഇവിടെ മോശയെയും അഹരോനെയും ശമൂവേൽ പ്രവാചകനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായിരുന്നു ഇവരെല്ലാം. ദൈവത്താൽ ഒരു പ്രത്യേക മിനിസ്ട്രി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്തവരായിരുന്നു ഇവരെല്ലാം. ദൈവത്താൽ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ, നേർവഴിക്ക് നടത്തുവാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഇവരെല്ലാവരും. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവനവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവനവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടങ്ങളും പ്രമാണിച്ചു. അതുകൊണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട്, ദൈവത്താൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് തങ്ങളായിരിക്കുന്ന സമൂഹത്തിന്, തങ്ങൾ നയിക്കുവാൻ പോകുന്ന സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ ദൗത്യത്തെ ഏറ്റെടുത്തവരാണ് ഇവിടെ മോശയും അഹരോനും ശമൂവേൽ പ്രവാചകനും ഒക്കെ. അല്ലെങ്കിൽ ഈ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ നയിക്കുന്നതായിട്ടുള്ള വലിയ അനുഭവത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ നയിക്കേണ്ടുന്നതായിട്ടുള്ള അധ്യക്ഷൻ എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ദൈവജനത്തെ നയിക്കുവാനായിട്ട് വേർതിരിക്കപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവമുള്ളവരായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗങ്ങളിലൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വേദഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടതായ സുവിശേഷ വേദഭാഗം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാനായി നിയോഗിക്കപ്പെട്ടവർ എങ്ങനെ രൂപാന്തരപ്പെട്ടവരാകണം, ആ രൂപാന്തരത്തിന് അനുഭവത്തിലൂടെ മറ്റുള്ളവരെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയണം എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുവിശേഷ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 21-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ആഴമേറിയ ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില ശിഷ്യന്മാരെ അവിടെ വരച്ചു കാട്ടിയിട്ടുണ്ട്. തങ്ങളോട് കൂടെ സഞ്ചരിച്ച്, തങ്ങളോട് കൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള തങ്ങളുടെ ഗുരുവായിട്ടുള്ള ക്രിസ്തു തങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇനി തങ്ങളെ നയിക്കുവാൻ ആരുമില്ല, തങ്ങൾക്കിനി എങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും? ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരവസ്ഥയും അനുഭവത്തിലൂടെയൊക്കെയാണ് തങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ പത്രോസും മറ്റു ചിലരുടെ ചില തീരുമാനത്തിലെത്തുകയാണ്,
ഞങ്ങളുടെ പഴയ ജോലിയിലേക്ക്, തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വരികയാണ്. 3-ാം വാക്യത്തിൽ 21-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് അവൻ പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് വളരെ തകർന്നതായിട്ടുള്ള ഒരു അനുഭവത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം. കാരണം തങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതായിട്ടുള്ള ഗുരു ഇപ്പോൾ തങ്ങളോട് കൂടെയില്ല. തങ്ങളുടെ ജീവിതം ഇന്നൊരു അനിശ്ചിതാവസ്ഥയിലാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ പത്രോസ് ഇവിടെ തൻ്റെ പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരനുഭവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ വായിച്ച് കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയുള്ളത് 3 റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി അവരോട് അല്ലെങ്കിൽ പത്രോസിനോട് 3 റിപ്പീറ്റഡ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 3 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ആവർത്തിച്ച് 3 പ്രാവശ്യം കർത്താവ് ഈ ശിഷ്യനോട് അല്ലെങ്കിൽ പത്രോസിനോട്, നീ എന്നെ ഇവരിലധികമായിട്ട് സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ടുള്ള ഒരനുഭവത്തെ നമ്മളിവിടെ കാണുക. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനായിട്ടുള്ള പത്രോസ് ഇവിടെ ഈ 3 പ്രാവശ്യവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ് എന്ന് 3 പ്രാവശ്യവും ഏറ്റുപറയുന്ന ഒരനുഭവത്തെ നമ്മളിവിടെ കാണുകയാണ്. നമ്മുടെ ചിന്തയുടെ വിഷയം അത് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, all these questions give emphasis to the relationship with Lord Jesus Christ. ഈ 3 പ്രാവശ്യവും ചോദിച്ച ചോദ്യവും അതിന് പത്രോസ് നൽകുന്നതായിട്ടുള്ള ഉത്തരവും സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ അതിനെ എംഫസൈസ് കൊടുത്തുകൊണ്ട്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരുന്നതായിട്ടുള്ള ഒരനുഭവം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പത്രോസ് ഇവിടെ വീണ്ടും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കർത്താവിനോട് കൂടെ നടന്ന് വളരെ ശക്തമായി ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരുന്നതായിട്ടുള്ള പത്രോസ് ഇവിടെ ചില പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നുപോയി 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നുപോയി. ഇവിടെ ഒരു വളരെ ഡിപ്രസ്ഡ് മൈൻഡോടെ, അല്ലെങ്കിൽ വളരെ തകർക്കപ്പെട്ട മനസ്സോടുകൂടെ ഇനി മുന്നോട്ട് ഒരു ജീവിതമില്ല, ഇനി മുന്നോട്ട് എങ്ങനെ പോകുവാൻ കഴിയുമെന്നുള്ള ഭയത്തോട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടെ തൻ്റെ ജോലിയിലേക്ക് മടങ്ങിപ്പോയതായിട്ടുള്ള പത്രോസിനെ കർത്താവ് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക്, വളരെ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായിട്ടുള്ള അനുഭവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ 3 പ്രാവശ്യവും ചോദ്യം ആവർത്തിക്കുന്നത്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, കർത്താവ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പത്രോസിനെ തിരികെ കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരനുഭവം, ഇവിടെ പത്രോസിനെ ഒരു പുതിയ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്, മുന്നോട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് പത്രോസിനെ വീണ്ടും ഇവിടെ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അനേകരെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടുള്ള വലിയ ദൗത്യം ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വീണ്ടും ഏൽപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരനുഭവത്തെ നമ്മളിവിടെ കാണുകയാണ്. രണ്ടാമത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ജീസസ് ഓഫേഴ്സ് ഫോർഗീവ്നെസ് ആൻഡ് എ റിന്യൂഡ് സെക്കൻഡ് ചാൻസ് ഫോർ പീറ്റർ. ഇവിടെ കർത്താവ് തന്നെ തള്ളിപ്പറഞ്ഞതായിട്ടുള്ള പത്രോസിനോട്
ക്ഷമിക്കുക, അല്ലെങ്കിൽ അവൻ്റെ സിൻഫുൾ നേച്ചറിനോട് ക്ഷമിക്കുക മാത്രമല്ല, അവനെ റിന്യൂ ചെയ്യുവാൻ ഒരു സെക്കൻഡ് ചാൻസ്, വീണ്ടും ഒരു അവസരം കൂടെ നൽകിക്കൊണ്ട് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുവാനായിട്ട് കർത്താവ് ഇവിടെ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് പത്രോസിനെ അവിടെ ആ ഒരു വലിയ ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് ബലപ്പെടുത്തുന്നതായിട്ടുള്ള, തന്നിൽ നിയോഗിക്കപ്പെടുവാൻ പോകുന്നതായിട്ടുള്ള ദൗത്യം എന്ത് എന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു അനുഭവത്തെ കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നാം ഒന്നാമത് ചിന്തിച്ചതുപോലെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവരുന്നതായിട്ടുള്ള അനുഭവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവെങ്കിൽ ഇവിടെ ഈ 3 പ്രാവശ്യവും പത്രോസിൻ്റെ വാക്കുകൾ, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു സാഹചര്യത്തെ നമ്മളിവിടെ കാണുകയാണ്. അതുമാത്രമല്ല, ജീസസ് ഓഫേഴ്സ് ഫോർഗീവ്നെസ് ആൻഡ് എ റിന്യൂഡ് സെക്കൻഡ് ചാൻസ് ടു പീറ്റർ. ഒരു മാറ്റം, ഒരു രൂപാന്തരം പത്രോസിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക മാത്രമല്ല, അവനൊരു സെക്കൻഡ് ചാൻസ്, അവനൊരു പുതിയൊരവസരം കൂടെ കർത്താവ് കൊടുക്കുകയാണ്. ഈ ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് ശേഷം തൻ്റെ വലിയ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിട്ട് പത്രോസിനെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള ഒരനുഭവത്തെയാണ് ഈ സുവിശേഷ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ഇവിടെ ഓരോ പ്രാവശ്യവും കർത്താവ് ഇവിടെ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമത് അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവനോട് പറഞ്ഞു. അതുകൊണ്ട് തൻ്റെ ആടുകളെ പാലിക്കുവാനും തൻ്റെ ആടുകളെ മേയ്ക്കുവാനായിട്ടൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ദൗത്യം കർത്താവ് പത്രോസിൽ പരമേൽപ്പിക്കുകയാണ്. ഇവിടെ ഒരേ സമയത്ത് 2 കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ഉണ്ട്. ഒരേ സമയം വി ആർ ദി ഷീപ്പ് ഓഫ് ദി ലോർഡ് ആൻഡ് ഓൾസോ ദി ഷെപ്പേർഡ് ടു അതേഴ്സ്. ഈ ഒരു വലിയ ചിന്ത കൂടെ ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. വി ആർ ദി ഷീപ്പ് ഓഫ് ദി ലോർഡ് ആൻഡ് എ ഷെപ്പേർഡ് ടു അതേഴ്സ്. ഒരേ സമയം പത്രോസിനെ കർത്താവ് തൻ്റെ വലിയ ഇടയനായ, നല്ല ഇടയനായ കർത്താവ് തൻ്റെ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഈ ആടിനെ തിരികെ ഒരു ബന്ധത്തിലേക്ക്, തൻ്റെ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള തൻ്റെ ഈ ദാസനെ, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു വലിയ ദൗത്യത്തിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള തൻ്റെ ദാസനെ തിരികെ കൊണ്ടുവരിക മാത്രമല്ല, മറിച്ച് ഒരു വലിയ ഷെപ്പേർഡ് മിനിസ്ട്രിക്ക് വേണ്ടി പത്രോസിനെ ഒരുക്കുന്നതായിട്ടും നമ്മളിവിടെ കാണുകയാണ്. ഒരേ സമയത്ത് ബി എ ഷീപ്പ് ഓഫ് ലോർഡ് ആൻഡ് എ ഷെപ്പേർഡ് ടു അതേഴ്സ്. ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ നേടുക മാത്രമല്ല, അതിനെ നേടിയെടുത്തുകൊണ്ട് അനേകരെ നേടുവാനായിട്ട് കർത്താവ് പത്രോസിനെ ഇവിടെ നിയോഗിക്കുവാനായിട്ട് പോകുകയാണ്. ഈ ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഒരേ സമയത്ത് നാം കർത്താവിൻ്റെ വലിയ ഇടയനായ, നല്ല ഇടയനായ കർത്താവിൻ്റെ ആടുകൾ ആകുന്നുവെന്നും ചുറ്റുമുള്ള ആടുകളെ നയിക്കുവാൻ എന്നിലും നിങ്ങളിലും ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പട്ടത്ത ശുശ്രൂഷ രൂപാന്തരപ്പെട്ടവർ എന്നുള്ള വലിയ ചിന്ത നമുക്ക് നൽകുന്നത് മോശയും അഹരോനും ശമൂവേലും ഒക്കെ ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷ നിർവഹിക്കുവാനായി വലിയ രൂപാന്തരങ്ങൾക്ക് വിധേയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് മോശയുടെ ജീവിതത്തെ പഠിക്കുമ്പോൾ നമ്മളവിടെ അതാണ് കാണുന്നത്. എവിടെ മോശയുടെ ജീവിതം? പലപ്പോഴും ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വത്തെ തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല, തനിക്ക് തടിച്ച നാവുള്ളവനാണ്, സംസാരിപ്പാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവം അവിടെ മോശയെ രൂപാന്തരപ്പെടുത്തി തൻ്റെ ജനത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നിയോഗിച്ച് അയക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം ഈ ഒരു നിയോഗത്തിലേക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരേ സമയം നാം കർത്താവിൻ്റെ നല്ലിടയനായ
വലിയിടയനായ കർത്താവിൻ്റെ ആടുകളാണ്. അതോടൊപ്പം തന്നെ ഒരു ഷെപ്പേർഡ് മിനിസ്ട്രി എനിക്കും നിങ്ങൾക്കുമൊക്കെ കർത്താവ് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ പാലിക്കുവാൻ, മറ്റുള്ളവരെ മേയിക്കുവാനായിട്ടൊക്കെയുള്ള ഒരു വലിയ ദൗത്യം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാനും, നഗ്നരായവരെ ഉടുപ്പിക്കുവാനും, ദാഹിച്ചിരിക്കുന്നവർക്ക് ദാഹജലം കൊടുക്കുവാനും, അന്യനെയും പരദേശിയെയും സ്വീകരിപ്പാനും ഒക്കെയുള്ള മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ, ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാനുള്ള വലിയ ദൗത്യത്തെ ദൈവം നമുക്ക് ഇന്ന് ഏൽപ്പിച്ചിരിക്കുകയാവും. അതുകൊണ്ട് ആ ഒരു ദൗത്യത്തെ ഈ നാളുകളിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളിലൊക്കെ ദൈവം വലിയൊരു ദൗത്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പത്രോസിനെ പോലെ പിൻവാങ്ങിപ്പോയവരായിരിക്കാം, പലപ്പോഴും കർത്താവിനെ തള്ളിപ്പറഞ്ഞ അനുഭവത്തിൽ ജീവിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നല്ലിടയനായ കർത്താവിൻ്റെ നല്ല ആടുകളായി ജീവിപ്പാനും, ഒരിടയനെ പോലെ നമുക്ക് ചുറ്റുമുള്ള ജനത്തെ നയിപ്പാനും നമുക്ക് കഴിയട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കനിവിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാത്തോസിനിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചെന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിസ്തരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവീയമായ കൃപകളും അനുഗ്രഹങ്ങളും നന്മകൾ കൊണ്ടൊക്കെ ദൈവമേ അവരെ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി കുടുംബങ്ങളായി ദൈവഹിതപ്രകാരം ജീവിപ്പാൻ എൻ്റെ മക്കളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. കൂടുതൽ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടുമൊക്കെ അവരെ അവിടുന്ന് പരിപാലിക്കണം. പഠിക്കുന്നതായ കുഞ്ഞുങ്ങളുണ്ട്, ജോലിയിൽ പ്രവേശിച്ചതായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, കർത്താവ് വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്, വിശ്രമ ജീവിതം നയിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ധാരാളമായ കൃപയിൽ അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവരെ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമീൻ. പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടവകയുടെ നാമത്തിലുള്ള എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുങ്ങിയിരിപ്പാനും
ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിൽ തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം നിൻ്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെ എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ നമുക്ക് ലഭിച്ചതായിട്ടുള്ള അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകം മുഴുവൻ ഒരു വലിയ രോഗത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകർ ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. അനേക രോഗികൾ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അനേകർ ഈ രോഗത്തിൻ്റേതായിട്ടുള്ള ഭീതിയിൽ ജോലി നഷ്ടപ്പെട്ടും തൊഴിലിടങ്ങളിൽ പോകുവാൻ കഴിയാതെയും ഒരുമിച്ച് കൂടി വരുവാനോ ഒരുമിച്ച് ആരാധിപ്പാനോ ഒക്കെ കഴിയാത്തതായിട്ടുള്ള ഒരനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെല്ലാം പരിപാലിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രതിസന്ധികളുടെ മുമ്പിൽ, രോഗങ്ങളുടെ മുമ്പിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ കർത്താവെ തളർന്നു പോകാതെ വണ്ണം വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കുവാനായിട്ട് തുടർന്നും നമ്മെ സഹായിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലും ദൈവം നമ്മെ അനുഗ്രഹത്തോടെ നാളിതുവരെയും നടത്തി. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി, കരുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ പലപ്പോഴും ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി കരയേറ്റാതെ വണ്ണം ലഭിക്കാത്തതിനെ ഓർത്തും പിറുപിറുക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പരാതിപ്പെടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അയോഗ്യരായി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത ആ ക്രൂശിലെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ നമുക്കുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരോടൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കണമേ. ആശ്വാസവും ബലവും സൗഖ്യവും നൽകണമേ. അനേക വ്യക്തികൾ, അനേക കുടുംബങ്ങൾ, ഞങ്ങളുടെ ഈ രാഷ്ട്രം കർത്താവേ, ഞങ്ങളുടെ ഈ സംസ്ഥാനം, ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ കർത്താവേ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ തകർന്നു പോയതായ തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോവുകയാകുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ടും കർത്താവെ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ കർത്താവെ ഭരണകൂടങ്ങൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവെ ഈ രോഗത്തിനൊരു ശമനം ഉണ്ടാകുവാൻ ഇടയായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്ത് കർത്താവെ അനേക പ്രിയപ്പെട്ടവർ കണ്ണുനീർ ഒഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ കുറവുകളെ ഒന്നും കണക്കിടാതെ വണ്ണം ഞങ്ങളോടൊക്കെ ക്ഷമിച്ച് കർത്താവെ ഈ രോഗത്തിൻ്റെതായ അവസ്ഥയിൽ നിന്ന് ഈ ലോകത്തെ വിടുവിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പല രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. സർജറിക്ക് ഈ നാളിൽ വിധേയപ്പെടുവാനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ദീർഘനാളുകളായി ചികിത്സയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകളിൽ ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ ദമ്പതിമാരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റേതായ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാം.
സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഭവനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാ ഭവനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ധാരാളമായ കൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ ഓർക്കാം. അനുദിനം ഇടവകയെ കർത്താവ് വഴി നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പാരിഷുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. എന്നാൽ തുടർന്നുള്ള സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുവാൻ ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹായിടവയെ ഓർക്കാൻ, അഭിനന്ദ തിരുമേനിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആരോഗ്യവും ബലവും നൽകണമേ. എല്ലാ പട്ടക്കാരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പട്ടത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭാ ശുശ്രൂഷകരെ ദൈവസന്നിധിയിൽ ഓർക്കാം. സിസ്റ്റർമാരെ ദൈവസന്നിധിയിൽ ഓർക്കാം. മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും എല്ലാ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷൻ ഫീൽഡുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് മഹായിടവക ഒരു പുതിയ അധ്യക്ഷന് വേണ്ടി കർത്താവെ ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവർ ഈ മഹായിടവയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിട്ട് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ക്രമീകരണങ്ങളിൽ കൂടെ ഇരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ചില നിമിഷങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെ അലട്ടുന്ന അനേക വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമുക്കുണ്ടായിരിക്കാം. അതൊക്കെ കർത്താവെ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ വിവിധ ഇടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടുന്നതായ കൈത്താങ്ങലുകൾ നൽകുന്ന കുഞ്ഞോൻചാനെയും മോനിച്ചാനെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സഭയച്ചനെയും കുടുംബമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാം. വിവിധ രാജ്യങ്ങളിൽ അവർ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അവരെല്ലാം കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരകരുണയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത അങ്ങയുടെ വിലമതിച്ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങൾ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ അങ്ങയുടെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ സകല കരണങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമീൻ. കർത്താവേ, അങ്ങേ നോക്കി വിളിക്കുന്നവരായ എന്നിട്ട് ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപ അരുളണമേ. ആമീൻ. നാം അർപ്പിക്കുന്നതായിട്ടുള്ള വഴിപാടുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദാതാവായ ദൈവമേ, ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം നിന്മക്കളെ അർപ്പിക്കുന്നതായ വഴിപാടിനെയും അർപ്പിക്കുന്നതിൻ്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദത്തെ കൈക്കൊള്ളാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ചില നോട്ടീസായി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഈ ഞായറാഴ്ച മുതൽ നമ്മൾ ഒരാരാധന മാത്രമേ ക്രമീകരിച്ചിട്ടുള്ളൂ. നേരത്തെ 8 മണിക്കും 10 മണിക്കുമാണ് നമ്മൾ ആരാധന ക്രമീകരിച്ചിരുന്നത്. എന്നാൽ 2 ആരാധനയായി നടത്തത്തക്ക രീതിയിലുള്ള ആളുകൾ കടന്നു വരാത്ത ഒരു സാഹചര്യത്തിൽ ഒരാരാധനയായിട്ട് നമ്മൾ തുടർന്ന് ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് രാവിലെ 9 മണിക്കായിരിക്കും. ഈ ആരാധനയിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാരിഷ് ഹാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദൈവ കൃപയാൽ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ, നടത്തിപ്പാൽ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. എന്നാൽ അതിന് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ നിങ്ങൾ കഴിയുന്ന രീതിയിൽ തുടർന്നും അതിനുവേണ്ടി വേണ്ടുന്ന കൈത്താങ്ങലുകൾ നൽകുവാനായിട്ട് ശ്രമിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ നമ്മുടെ രാജ്യത്തെയും സഭയെയും സമൂഹത്തെ എല്ലാം ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കീർത്തനം 251 ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ പാടാം. കീർത്തനം 251 ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ.